ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, സ്നേഹനിധികളായ നാട്ടുകാർ, സഹോദരി സഹോദരന്മാരായി ഖുത്ബുൽ-ആലം റഈസുൽ സാഹിദീൻ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് മുഹമ്മദ് അബീബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ പ്രത്യേക നോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയത്തിന് വേണ്ടതായ എല്ലാ വാതായനങ്ങളും അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഭാര്യ മറ്റ് ബന്ധുമിത്രാദികളിലും നമ്മളോട് ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ഉള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളാണ് മഹത്തുക്കളായ അമ്പിയാക്കന്മാർ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മറ്റു സൽവൃത്തരായ മഹത്തുക്കൾ. നമ്മുടെ ഇഹപര ജീവിതത്തിന് അത്യാവശ്യമായ നമുക്ക് ഗുണകരമായ രീതിയിലാണ് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ കീർത്തനങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഔലിയാക്കളുടെയും ഓരോ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു കാണാം. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുഹാദക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അമ്പിയാക്കന്മാരുടെ സംഭവങ്ങൾ പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, ഈ മുർസലീങ്ങളുടെ അമ്പിയാക്കന്മാരുടെ സംഭവങ്ങളെല്ലാം നബിയെ അങ്ങക്ക് പറഞ്ഞു തരുന്നത് അത് നമുക്ക് ഹൃദയത്തിന് ഒരു സാന്ത്വനമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ അവരെല്ലാം ആ അമ്പിയാക്കളെയെല്ലാം പൂമാലയിട്ടുകൊണ്ട് സ്വീകരിക്കുകയല്ല ചെയ്തത്. ആ ദഅവത്തിന്റെ മാർഗത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിട്ടു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ ആ അമ്പിയാക്കളുടെ താവഴിയായി തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മുൻകഴിഞ്ഞ മുർസലീങ്ങൾക്ക് നേരിട്ടതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നബിയെ തങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, സമാധാനിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നത്, ഈ സംഭവങ്ങൾ നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം നാം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളെ കുറിച്ച് അവരുടെ ചരിതങ്ങൾ നാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ആ അൽ കഹ്ഫ് ഓതുന്നതിലൂടെ. ഇതുകൊണ്ട് നമുക്ക് അവരുടെ ഗുണഗണങ്ങൾ പറയൽ അത് വസീലയാണ്, അവരോടുള്ള മഹബത്ത് വസീലയാണ്.
അമ്പിയാക്കളോടുള്ള മഹബത്ത് വസീലയാണ്, അവരെ സിയാറത്ത് ചെയ്യൽ വസീലയാണ്, ദിക്ർ ചെല്ലൽ വസീലയാണ്, സലാത്ത് ചെല്ലൽ വസീലയാണ്, ദുആ ചെയ്യൽ വസീലയാണ്. ഇങ്ങനെയെല്ലാം അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഉ ഇലൈഹിൽ വസീല. നിങ്ങൾ വസീലയെ തേടണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് ഉത്ബോധിപ്പിക്കുമ്പോൾ, മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ നിഖില ജീവിത മേഖലകളിൽ എല്ലാ തരത്തിലും നാം വസീലയെ തേടാറുണ്ട്. ചിലപ്പോൾ പ്രത്യക്ഷമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ മഴ പ്രദാനം ചെയ്തു. മലക്കുകൾ വസീലയായിട്ടാണ് അല്ലാഹു മഴ പെയ്യിപ്പിച്ചത്. മഴ പെയ്യിപ്പിക്കാൻ ഒരു വസീലയുടെ ആവശ്യം അല്ലാഹുവിന് ഇല്ല. അത് സബബായി അല്ലാഹു നൽകിയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ വസീലയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, അവര് യാതൊരു ഭയം അവർക്കില്ല, അവർക്ക് പേടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും അവർ ഒരുങ്ങിയിട്ടാണുള്ളത്. ഖുതുബുൽ ആലമിനെ പോലുള്ള മഹാന്മാർ നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഖുതുബുർ റബ്ബാനി വൽ ഔസിസ് സമദാനി അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ ഈ അടുത്ത നൂറ്റാണ്ടിൽ അതേ കദമിൽ നിൽക്കുന്ന വലിയൊരു മഹാൻ അവരാണ് ഖുതുബുൽ ആലം. ആ ഖുതുബുൽ ആലമിന്റെ നോട്ടമുള്ള മജ്ലിസാണ് ഇത്. ഈ ഖുതുബുൽ ആലമിന്റെ പേരിൽ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നീട്ടുന്നില്ല നമ്മുടെ വിഷയം. അപ്പൊ ഇതുപോലുള്ള മഹാന്മാരായ ആളുകൾ, ആ മഹാന്മാരുടെ ചരിതങ്ങൾ പറയുന്ന, അവരുടെ ഗുണഗണങ്ങൾ പറയുന്ന മജ്ലിസാണ് ഇത്. ആരാണ് വലിയ? വലിയനുള്ള നിബന്ധനകൾ മഹാനായ താജുൽ ഔലിയ അഹ്മദ് അൽ ബദവി തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അലാമാത്തുൽ വലി ഇസ്നാ അശ്റ. വലിയനുള്ള അടയാളം 12 എണ്ണമാണ്. ഒരു മഹാന്മാരെ അവരുടെ അലാമാത്ത് നമുക്കറിയാം. സാദാത്തുക്കളിൽ പ്രത്യേകിച്ച് കുതുബുകളിൽ പ്രധാനിയായ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നു, വലിയന്റെ അടയാളം 12ആണ്. ഒന്നാമതായി മഹാനവൾ പറയുന്നു, അയ്യകൂന ആരിഫൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് അറിയുന്നവനാകണം. അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക, ആരിഫാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് കാണാം, വഅയ്യകൂന മുറായിയൻ ലില്ലാഹ്, അവന്റെ ഏത് ഘട്ടത്തിലും രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാവുക. മൂന്നാമത് പറയുന്നു, മുതമസ്സികം ബിസുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ മുറുകെ പിടിക്കുന്ന ആളാവുക. മഹാനവറുകൾ തുടർന്ന് പറയുന്നു, വഅയ്യകൂന ദായിമത്തഹാറ, മുഴുസമയവും ശുദ്ധിയുള്ള ആളായിരിക്കുക, ഏറ്റവും ശുദ്ധിയുള്ള ആളായിരിക്കുക. മഹാനവർ പിന്നീട് 5ാമതായി പറയുന്നു, റാദിയൻ അനില്ലാഹ്, അല്ലാഹുവിനെ തൊട്ട് തൃപ്തിപ്പെടുക. തന്റെ യജമാനനായ റബ്ബ് തനിക്ക് എന്താണോ അവൻ അസലിൽ പണ്ടേ തന്നെ സംവിധാനിച്ച് നിയന്ത്രിച്ചിട്ടുള്ളത്, അത് മനസ്സാ വാചാ കർമ്മണ ഒരു അടിമയായ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു, വഴിപ്പെടുന്നു എന്ന നിലയിൽ
അവൻ എന്ത് വിധിച്ചാലും അത് പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് അവൻ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുക. പിന്നീട് മഹാനവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വാഗ്ദത്തം ചെയ്തത് എന്താണോ അത് കിട്ടുമെന്നുള്ള ഉറപ്പ് അവനുണ്ടാവുക. നാം ദുആ ചെയ്യുന്നുണ്ട്, പല ആളുകളും നാം ഒക്കെ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യപ്പെടുന്ന സംഗതി നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടെ ദുആ ചെയ്യണമെന്നാണ് അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഒരു കാര്യം മഹാനായ അഹ്മദുൽ ബദവി തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ആ ഇജാബത്ത് കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി അല്ലാഹു വാഗ്ദത്തം ചെയ്തത് എന്താണോ അത് കിട്ടുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പുള്ളവനായിരിക്കണം വലിയ. അടുത്തതായി മഹാനവർ പറഞ്ഞു, യാഇസൻ മിമ്മാ ഫീ ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ടിവൻ ആശമുറിഞ്ഞവനായിരിക്കണം. ജനങ്ങളുടെ കയ്യിലുള്ളത് ഇവൻ ആഗ്രഹിക്കരുത്. അവരുടെ കയ്യിലുള്ള വാഹനമോ അവരുടെ കയ്യിലുള്ള സ്വത്തോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പദവികളോ ഒരു സ്ഥാനമാനങ്ങളോ ഇവൻ ആഗ്രഹിക്കാതെ അവരുടെ കയ്യിലുള്ളത് ജനങ്ങളുടെ കയ്യിലിനെ തൊട്ട് ആശമുറിഞ്ഞവനാകണം. അങ്ങനെ ആശമുറിഞ്ഞാലാണ് പൂർണ്ണമായും അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുകയുള്ളൂ. അടുത്തതായി മഹാനുകൾ പറയുകയാണ്, ഇങ്ങനെ അല്ലാഹുവിലേക്ക് അടുത്ത് ധാരാളം ദിക്റ് ചെല്ലുമ്പോൾ ചിലപ്പോ ഇവനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറയും. ചിലപ്പോൾ മറ്റു ദുനിയാവുമായിട്ടുള്ള ചിന്ത ഒഴിവാക്കി ഔലിയാക്കൾപ്പെട്ട ചിലവർ കൂട്ടുന്നു റുബ്ബ അസ്ഗസ അഗ്ബറ, മുടി ജട പിടിച്ച പൊടി പുരണ്ട ഒരു കൂട്ടം ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവർ അല്ലാഹുവിൽ സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഔലിയാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെ നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങൾ ബുദ്ധിമുട്ടിക്കും. ചിലവരെ ആട്ടി ഓടിക്കും, കല്ല് വെച്ചെറിയും, കൂക്കി വിളിക്കും. അങ്ങനെ ബുദ്ധിമുട്ടിക്കൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാനവർ പറഞ്ഞു, ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതിന് ആ ബുദ്ധിമുട്ടിന് ഇവൻ സഹിക്കണം. ആ സഹിക്കാനുള്ള കഴിവുണ്ടായാലാണ് എല്ലാം പൊറുക്കാനും സഹിക്കാനുമുള്ള കഴിവ് ആർജിക്കണം ഒരു വലിയ. അടുത്ത മാനവും അല്ലാഹു കൽപ്പിച്ച കുറെ സംഗതികളുണ്ട്. ആ കാര്യത്തിലേക്കെല്ലാം ഇവൻ ഉളരണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സൃഷ്ടിയുടെ മറ്റു കൽപ്പനകൾക്ക് പ്രാമുഖ്യം നൽകാതെ അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് ഇവൻ വേഗം പോകണം എന്നാണ്. അടുത്ത് പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടികളോട് കൃപയുള്ളവനാകണം, ശഫഖത്തുള്ളവനാകണം. ധാരാളം ആളുകൾ ഇങ്ങനെ മഹാന്മാരാകുമ്പോൾ അവരോട് ദുആ ചെയ്യുവാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ബറക്കത്ത് എടുക്കുവാൻ വേണ്ടി ധാരാളം ആളുകൾ വരും. അവരോട് ശഫഖത്ത്, കൃപ കാണിക്കണം. അങ്ങനെ കൃപയുള്ളവനാകണം ഒരു വലിയ. അടുത്ത് 11-ാമതായി മഹാനവർ പറയുന്നു, ജനങ്ങളോട് വിനയാന്വിതനാകണം. ജനങ്ങളോട് താഴ്മയുന്നവനാകണം. അവിടെ ഈ മനുഷ്യൻ എന്റെ അടുക്കൽ വരാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെയൊക്കെ എന്റെ അടുക്കൽ വരുത്തിയതാണ്. ഞാൻ ഒന്നിനും അർഹനല്ല. അല്ലാഹുവിന്റെ കോടാനുകോടി അടിമകളിൽ ഒരു ചെറിയ അടിമയാണ് ഞാൻ. ഉടമയായ യജമാനൻ
എന്റെ അടുത്തേക്ക് കുറെ ആളുകളെ എത്തിച്ചു തന്നു, അതുകൊണ്ട് അവൻ വന്നതുകൊണ്ടാണ് എനിക്ക് മഹത്വമുള്ളത് എന്ന് മനസ്സിലാക്കി ജനങ്ങളോട് വിനയാന്വിതനാകണം. അവസാനമായി മഹാനവകൾ പറയുന്നു, ശൈത്താൻ അവന്റെ ശത്രുവാണ് എന്നവൻ അറിയണം. ഇങ്ങനെ ഈ 12ഓളം അടയാളങ്ങൾ ഒരാളിലുണ്ടോ അവൻ അല്ലാഹുവിന്റെ വലിയാണ്. ഈ പറഞ്ഞ 12 വിശേഷണങ്ങൾ മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി തങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നാം ഇവിടെ കൂടിയത് മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹിയുടെ പേരുള്ള ആണ്ട് നേർച്ചയാണ്. ഓരോ വർഷവും എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇന്ന് മഹാനവരെ കുറിച്ച് അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ജീവിതകാലത്ത് മഹാനായ ഖുതുബുൽ ആലമിനെ നാം കണ്ടിട്ടില്ല, റിഫായി തങ്ങളെ നാം കണ്ടിട്ടില്ല, ജീലാനി തങ്ങളെ നാം കണ്ടിട്ടില്ല. പിന്നെ ആ മഹത്തുക്കളോട് നമുക്ക് എങ്ങനെ സ്നേഹമുണ്ടായി, എങ്ങനെ നമുക്ക് ആദരവുണ്ടായി? നാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു സ്വീകാര്യത ഇട്ട് തന്നതുകൊണ്ടാണ് ആ മഹത്തുക്കൾ അവരുമായി നാം കാലാന്തരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ജീവിതകാലത്ത് നാം അവരെ കണ്ടിട്ടില്ല. ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാത്ത ധാരാളം എന്നെ പോലെ ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ സി.എം. വലിയുല്ലാഹി ജീവിതകാലത്ത് കണ്ട ആളുകൾ ധാരാളമുണ്ട്. അവരെല്ലാം ആ കണ്ട മഹാനെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ, അവരെ കുറിച്ചുള്ള ചരിതങ്ങൾ, അവരുടെ ഗുണഗണങ്ങൾ പറയുമ്പോൾ അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ ആ നബി തങ്ങളുടെ ഓരോ സ്വഭാവവും അതേപോലെ തന്നെ തന്റെ ജീവിതത്തിൽ പകർത്തിയ മഹാനാണ് ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി, നമ്മുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാൻ. അതുകൊണ്ട് തന്നെയാണ് എത്രയെത്ര ഔലിയാക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോയി. ഈ മഹാനവർക്ക് കിട്ടാത്ത ഈ സ്ഥാനം ഇതേപോലെ വേറെ എത്ര മഹാന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ അവരുടെ ജീവിതകാലത്ത് ഓതിപ്പടിക്കുന്ന സമയത്ത് വരെ വളരെ കൃത്യമായി നല്ല അതബോടെ ചിട്ടയോടെ ഓതിപ്പടിച്ച് ഉസ്താദുമാർ പഠിപ്പിച്ച് ജീവിതത്തിൽ പകർത്തി പൂർണ്ണമായി അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ച് തന്റെ ജീവിതത്തിൽ അത് ഒരു സബരിയാക്കിയപ്പോൾ, ജീവിതചര്യയാക്കിയപ്പോൾ മഹാനവറുകൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിലേക്ക് ഉയരാൻ കാരണമായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ ഇടയിൽ ഒരു സ്വീകാര്യത അല്ലാഹു കൊടുത്തു. അവരുടെ പ്രത്യേക നോട്ടം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നലില്ലാഹി ഇബാദൻ ലൈസു ബിഅംബിയാ വലാ ശുഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില അടിമകളുണ്ട്. അവർ അംബിയാക്കന്മാർ, നബിമാരല്ല, ശുഹദാക്കളല്ല. പക്ഷേ ആ ഒരു കൂട്ടരെ കാണുമ്പോൾ യഅ്ബതുഹുമുൻ നബിയ്യൂന വശുഹദാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ ഒരു കൂട്ടരെ കാണുമ്പോൾ അമ്പിയാക്കന്മാരും ശുഹദാക്കളൊക്കെ അവരുടെ സ്ഥാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. കാരണം ലി മക്കാനിഹിം മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ സ്ഥാനം കണ്ടിട്ടാണ് ഞങ്ങൾ അതുപോലെ ആയിരുന്നുവെങ്കിൽ എന്ന് പ്രവാചകന്മാരും ശുഹദാക്കളും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ശുഹദാഇനെ സംബന്ധിച്ച് അവർ ഇന്നും ഹയാത്തുള്ളവരാണ് എന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ റിസ്ക് നൽകപ്പെടുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ശുഹദാക്കൾ ദഅവത്തിന്റെ, ദീനി ദഅവത്തിന്റെ വഴികൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പാപസുരക്ഷിതരായ അമ്പിയാക്കൾ, ഇവരാണ് ഈ ഒരു കൂട്ടരെ കാണുമ്പോൾ അവരുടെ സ്ഥാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.
ഈ സംഭവം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻഹും, അവർ ആരാണ് നബിയേ? വമാ അഅ്മാലുഹും, അവരുടെ പ്രവർത്തനം എന്താണ് നബിയേ? ഈ പവറെത്താൻ, ഈ സ്ഥാനം അവരെത്താൻ എന്താണ് നബിയെ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ആരാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് പറഞ്ഞ പല അല്ലനാ നുഹിബ്ബുഹും, ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. റസൂലുഹും ഖൗമുൻ തഹാബ്ബൂ ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വച്ച കൂട്ടരാണ്. അവരെ തമ്മിൽ അലാ വൈരി അർഹാമിൻ മിൻഹും, അവർ തമ്മിൽ പരസ്പരം കുടുംബ ബന്ധമില്ല. പല അംവാലിയതആതൗനഹാ, പരസ്പരം അങ്ങോട്ടും കൊടുക്കുന്ന പൈസ കൊടുക്കലില്ല. ഒരാൾ മറ്റൊരാളോട് ഇഷ്ടം വെക്കണമെങ്കിൽ അവർ തമ്മിൽ കുടുംബബന്ധം ഉണ്ടാവുക. അങ്ങനെ കുടുംബബന്ധം ഉണ്ടായത് കൊണ്ട് പരസ്പരം ഇഷ്ടം വച്ചതല്ല. എന്നാൽ അവരിങ്ങോട്ട് സമ്പത്ത് കൊടുക്കാനുണ്ടോ, സ്വത്ത് കൊടുക്കാനുണ്ടോ? ആ സ്വത്ത് കൊടുക്കാനുള്ളതിന്റെ പേരിൽ പരസ്പരം ഇഷ്ടം വച്ചതല്ല. പിന്നെയോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന വുജൂഅഹുമുൻ നൂർ, അവരെ മുഖം പ്രകാശപൂരിതമാണ്. വ ഇന്നഹും ലഅലാ മനാബിൻ മിൻ നൂർ, അവർ പ്രകാശത്തിനുള്ള മിമ്പറുകളുടെ മേലാണ്. വലാ യഹാഫൂൻ ഇദാ ഹാഫന്നാസ്, ജനങ്ങൾ ഭയക്കുന്ന വേളയിൽ വരെ ആ മഹാന്മാർക്ക് പേടിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ മല പോലെ വന്നാലും അവർ ഇളകുകയില്ല. ഹിമ്മത്തുർ റിജാലി തഹ്ദിമുൽ ജിബാൽ, മനക്കരുത്ത് പുരുഷന്മാരുടെ എന്ന് പറഞ്ഞാൽ അരിജാൽ എന്ന് പറഞ്ഞ ആ ഔലിയാക്കന്മാരുടെ മനക്കരുത്ത് പർവ്വതങ്ങളെ ധൂളികളാക്കി കളയും, പൊടിച്ചു കളയും. അങ്ങനത്തെ ഹിമ്മത്താണ്. നമുക്കറിയാം മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ എന്റെ സ്ഥാപനമെന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ മഹാനായ താജുൽ ഉലമ ഒരു കാലത്ത് വളരെ പ്രശ്നമുണ്ടായി. 104 പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ എല്ലാ താജുൽ ഉലമ അവിടെയില്ല. ആളുകളെല്ലാം വേവലാതിപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖിച്ചുകൊണ്ട് മഹാനവറുകൾ വന്നപ്പോൾ അവരുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഓരോരുത്തരും പ്രശ്നങ്ങളായി പോകുമ്പോൾ താജുൽ ഉലമയ്ക്ക് ഒരു കുലുക്കമില്ല, അവർക്കൊരു പേടിയില്ല, ഒരു വിഷമം അവർക്കില്ല. അങ്ങനത്തെ മഹാന്മാരാണ് നമ്മുടെ സ്ഥാപനത്തിന് ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മഹാനുകളുടെ പ്രത്യേക നോട്ടം ഈ സദസ്സിന് ഉണ്ടാകും, അതിൽ സംശയമില്ല. ആ താജുൽ ഉലമയെ പോലുള്ള മഹാന്മാർ, അവരെ അടുത്തറിഞ്ഞാൽ ആ മഹാന്മാരെല്ലാം അവർക്ക് യാതൊരു കുലുക്കുമില്ല. ലഹു ഹീമമുൻ ലാ മുൻതഹാലി കിബാരിഹാ വഹിമ്മതുഹു സുഗ്റാ അദല്ലു മിനദ്ദഹരി എന്ന് മഹത്തുക്കളായ ആളുകൾ രേഖപ്പെടുത്തിയ ആ ഹിമ്മത്തുള്ള ഒരു മഹത്നായ നമുക്ക് അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാനാണ് താജുൽ ഉലമ. അതുപോലുള്ള മഹത്തുക്കളായ അമ്പിയാക്കന്മാർ, അതുപോലുള്ള ഔലിയാക്കന്മാർ, ഇവരെല്ലാം ഈ സ്ഥാനം കാണും. ഈ സ്ഥാനം കാണുന്ന ഈ അമ്പിയാക്കൾ, സ്ഥാനം കൊതിക്കുന്ന ആ ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞത് വലാ യഹാഫൂന ഇദാ ഹാഫന്നാസ്, ജനങ്ങൾ ഭയപ്പെടുമ്പോൾ അവർക്കൊരു ഭയമില്ല. വലാ യഹ്സനൂൻ ഇദാ ഹസനന്നാസ്, ജനങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ അവർക്കൊരു വിഷമമില്ല എന്ന് ഇസ്മായിൽ ഹിക്കിൽ ബറൂസവി തങ്ങൾ വളരെ വിശദമായി പറയുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനത്തെ മഹാന്മാരായ ആളുകൾ, ആ മഹത്തുക്കളായ ആളുകൾ, അവരെ കുറിച്ചാണ്, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെപ്പോലുള്ള മഹാന്മാർ, അവരെയാണ് നാം വസീലയാക്കുന്നത്, അവരെയാണ് നാം വസീലയാക്കേണ്ടത്. മഹാനായ അഹ്മദ് സാവി റഹിമഹുല്ലാ
യാ അയ്യുഹല്ലദീന ആമനൂ വബ്തഉ ഇലൈഹിൽ വസീല എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നാം പറയുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിയാറത്തുകൾ, ദിക്റുകൾ, സലാത്തുകൾ, സൽക്കർമ്മങ്ങൾ, ദുആകൾ ഇവയെല്ലാം വസീലയാണ്. മഹാനകൾ പറയാണ് വബ്തിഉൽ വസീലത്തി മാ യുഖർരിബുഹു ഇലൈഹി മുത്ലഖൻ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്ന ഏതൊരു കാര്യമുണ്ടോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉതകുന്ന ഏതൊരു കർമ്മമുണ്ടോ അതൊക്കെ വസീലയാണ്. എന്നിട്ട് മഹാനവൾ വിശദീകരിച്ച് പറയാൻ വമിൻ ജുംലത്തി ദാലിക, ആ കൂട്ടത്തിൽ പെട്ടതാണ് മഹബ്ബത്തുൽ അംബിയാഇ വൽ ഔലിയാഇ. ഇവിടെ കൂടിയിരിക്കുന്ന നാമെല്ലാം അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരുള്ള മഹബ്ബത്ത് കാരണമായി ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ഒരു ഉപകാരമുള്ള അമലായി അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനവർ പറഞ്ഞു അമ്പിയാക്കന്മാരോടുള്ള മഹബ്ബത്ത്, ഔലിയാക്കളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ ഭാഗമാണ് അവരുടെ ഗുണഗണങ്ങൾ പറയൽ, അമ്പിയാക്കന്മാരുടെ മദ്ഹ് പറയൽ, അവരുടെ മൗലിദ് പാരായണം ചെയ്യൽ, അവരുടെ മനാക്കിബ് പാരായണം ചെയ്യൽ, ഔലിയാക്കന്മാരുടെ മദ്ഹ് പറയൽ, അവരുടെ കീർത്തനങ്ങൾ ചൊല്ലൽ, ഇതെല്ലാം ആ മഹബ്ബത്തിന്റെ ഭാഗമാണ്. സിയാറത്ത് അമ്പിയാക്കന്മാരെയും ഔലിയാക്കളെയും ഒക്കെ നാം സന്ദർശിക്കുന്നുണ്ട്. ആ സിയാറത്തും ആ വസീലയുടെ ഗണത്തിൽപ്പെട്ടതാണ്. സദഖ ചെയ്യലും അത് വസീലയിൽപ്പെട്ടതാണ്. സിയാറത്തു അഹ്ബാബില്ലാ വസിലത്തു റഹ്മി, കുടുംബബന്ധം ചേർക്കുക, നമ്മുടെ കുടുംബവുമായി ബന്ധം ചേർക്കുക എന്നുള്ളത് ആ വസീലയുടെ അല്ലാഹുമായി അടുക്കാനുള്ള ഒരു കാരണമാണ്. വകസറത്തു ദിക്രി, ദിക്ർ വർദ്ധിപ്പിക്കുക, സലാത്ത് വർദ്ധിപ്പിക്കുക, അതല്ലാത്ത മറ്റേതൊക്കെ കർമ്മമുണ്ടോ, ദുആയുണ്ടോ, സലാത്തുണ്ടോ, ഇതെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹേതുവാണ്, ഒരു മാർഗമാണ്. അതൊക്കെ വസീലയാണ്. ആ വസീല തേടുവാൻ വേണ്ടിയിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ആ മഹാത്തുക്കളായ ആളുകളുടെ തിരുനോട്ടം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ് നമ്മുടെ പരിപാടി. തങ്ങളവർകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മജ്‌ലിസിലേക്ക് എത്താൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഇവിടെ ധാരാളം ആളുകൾ, പ്രമുഖ വ്യക്തികൾ സംസാരിക്കാനുണ്ട്. വന്യരായ സയ്യിദവർകൾ സംസാരിക്കാനുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഓർ സൗറിൽ വച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും കൂടി ഓർ സൗറിൽ ഇരിക്കുമ്പോൾ മക്കയിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് മദീനയിലേക്കുള്ള യാത്രാവേളയിൽ ശത്രുക്കളായ ആളുകൾ കല്ല് വെച്ച് എറിഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുകൾ വെട്ടി ചോര ഒലിച്ചപ്പോൾ, തങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ തങ്ങളെ എടുത്ത് തോളിലിട്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഗുഹയിലേക്ക് പോയി. അവിടെ ചെന്ന് ഗുഹയെല്ലാം വൃത്തിയാക്കി തങ്ങളെ അവിടെ കിടത്തി. തന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശക്തിയായ ദാഹം അനുഭവപ്പെടുകയാണ്. പെട്ടെന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ പെടാതെ വളരെ വേഗം സഞ്ചരിച്ചു. കയ്യിൽ വെള്ളത്തിന്റെ ക്യാൻ കരുതിയിട്ടില്ല, വെള്ളപ്പാത്രം കരുതിയിട്ടില്ല. ഇവിടെയുള്ളതുപോലെ ബോട്ടിലുകൾ കയ്യിലില്ല സുഹൃത്തുക്കളെ. മണലാരണ്യത്തിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് കാല് പൊട്ടിയ രക്തമൊലിച്ചുന്ന കാലുമായി വന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളെ തോളിൽ ചുമന്നുകൊണ്ട് ആ ഗുഹയിൽ വന്ന് അവിടെ കിടന്നപ്പോൾ ദാഹിച്ച അവശനായിട്ട് എന്തു ചെയ്യും? വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. എന്നുള്ളത് പോലൊരു സംവിധാനം അന്നില്ല. ഫോൺ വിളിച്ചു പറയാൻ ഫോണില്ല. വെള്ളം കൊണ്ടുവരുന്ന ടാങ്കറുകൾ അന്നില്ല.
മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തന്റെ എല്ലാ കാര്യവും ദുനിയാവും ആഖിറവും എല്ലാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളാണെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി തങ്ങളോട് വെള്ളം ആവശ്യപ്പെടുക, എനിക്ക് ദാഹിക്കുന്നു നബിയേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഗുഹാമുഖത്തേക്ക് ചെല്ലൂ. ആ സൗർ ഗുഹയുടെ ആ ഗുഹാമുഖത്ത് ചെന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ലേ തങ്ങൾ പറഞ്ഞത്? ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവ് പോലും പറയാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഗുഹാമുഖത്ത് ചെന്നു. അവിടെ ചെന്ന് വെള്ളം കുടിച്ചു തിരിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സിദ്ദീഖേ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ? അപ്പോ പറഞ്ഞു, എനിക്ക് വെള്ളം കിട്ടിയ ആ വെള്ളത്തിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ, അബിയദു മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുര്യമുള്ള പാലിനേക്കാൾ വെളുത്ത ഒരു പാനീയമാണ് എനിക്ക് അവിടെ കുടിക്കാൻ കിട്ടിയത് എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞപ്പോ അതെന്താണെന്ന് നിനക്കറിയുമോ? അപ്പോൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു നദിയാണ്. നിന്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി ദിശ മാറി ഒഴുകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച് ഈ ഗുഹാമുഖത്ത് കൂടി ഒഴുകാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അങ്ങനെ ഈ ഗുഹാമുഖത്ത് കൂടി അങ്ങനെ അവിടെ നിന്നാണ് ഈ പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മാധുര്യമുള്ള വെള്ളം കുടിക്കാൻ സിദ്ദീഖുൽ അക്ബറിന് കഴിഞ്ഞത്. ഈ സംഭവം മഹാന്മാർ യുമാനിൽ മറാക്കിസി തങ്ങളെ പോലുള്ള മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹപര ജീവിതത്തിലെല്ലാ ബർക്കത്തുകളും ഐശ്വര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീട്ടിലുള്ള എല്ലാ ഓരോരുത്തരും ഓരോ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയാണ് വന്നിട്ടുണ്ട്. അത് എന്ത് ഉദ്ദേശമാണെന്ന് അർഹമുറാഹിമായ അല്ലാഹുവിനറിയാം. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാനെ. സ്ഥാപനത്തിന്റെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ പരിപാടി പൂർണ്ണ വിജയത്തിൽ നീ എത്തിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ, ആലിമീങ്ങളാക്കണേ തമ്പുരാനെ, ഹാഫിളീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.